ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് വരുന്ന ബേസാണ് ഈ കാണുന്നത്. കാർഡ്ബോർഡിൽ ഞാൻ കയർ വെച്ച് ഒട്ടിച്ചതാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഏകദേശം നമ്മുടെ ഡ്രീം ക്യാച്ചറൊക്കെ പോലുള്ളൊരു സംഭവം. ഡ്രീം ക്യാച്ചർ അല്ല, അതിൻ്റെയൊക്കെ ഷേപ്പിലുള്ളൊരു സാധനം. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ഇത് സീഷെല്ലാണ്. ഇനി ഈ സീഷെല്ല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ സീഷെല്ല് ഓരോന്നോരോന്നായി നമ്മുടെ കയറിൻ്റെ മുകളിലേക്ക് പ്രത്യേകിച്ചൊരു ഓർഡറൊന്നും ഇല്ലാതെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ സീഷെല്ലിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ പൊള്ളാതിരിക്കാൻ നോക്കണം. നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഷെല്ല് നല്ല ചൂടാണ്, അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഷെൽസ് ഒട്ടിക്കുന്ന സമയത്ത് പല വലിപ്പത്തിലുള്ളതായ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ളത് എടുക്കുക. അല്ലാതെ ഒരേ വലിപ്പത്തിലുള്ളത് എടുത്താൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഷെൽസ് ഒട്ടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ അതേ കയറ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള പീസസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വലുത് ചെറുത് അങ്ങനെയുള്ള കുറച്ച് പീസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏറ്റവും വലുത് ഏറ്റവും ചെറുത് അങ്ങനെ ഒരു 4-5 പീസ് കയറാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഈ ഹാങ് ചെയ്തിട്ട ഈ കയറിലും കൂടെ സീഷെൽസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒട്ടിക്കുമ്പോൾ അതുപോലെ വലുത് ചെറുത് അതുപോലെ പല വലിപ്പത്തിലുള്ളത് ഒട്ടിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാങ്ങിങ്സിലും സീഷെല്ലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാനതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഞാൻ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു കളർ മാത്രമല്ല, പല കളേഴ്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ കളർ ചെയ്യാം, അല്ലെങ്കിൽ കളർ ചെയ്യാതിരിക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ ആയാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമ്മൾ താഴ്ഭാഗത്തുള്ള ഷെൽസൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലും കൂടെ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലൊരു ഹുക്ക് പോലെ ഇതേ കയറ് തന്നെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കയറ് തന്നെ എടുത്താൽ എല്ലാം കൂടെ നല്ലൊരു ലുക്കായിരിക്കും. അതുകൊണ്ടാണ് അത് തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതിന് പകരം വേറെ എന്ത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ നൂലുകളും അതൊക്കെ ഒന്ന് ജസ്റ്റ് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് നീറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആ മുകൾ ഭാഗത്തും ഷെൽസൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ശംഖ് അതുപോലെ സ്റ്റാർ അതൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഈ സീഷെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാനിതിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ വാൾ ഹാങ്ങിങ് എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാൻ നമ്മൾ സീഷെല്ല് വെച്ചിട്ട് ഇതിന് മുമ്പ് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണുക. അതുപോലെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. താങ്ക്